നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങള് കോവളത്ത് പോയി, അരുണിനെ കൊണ്ടാക്കാൻ വേണ്ടി കോവളത്ത് പോയിട്ട് അരുണിനെ അവിടെ കൊണ്ടുവന്നാക്കി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചത് അരുണിനെ എന്തിനാണ് കൊണ്ടാക്കിയത്? അരുണിനെ നമ്മൾ സ്കൂബ ഡൈവ് ഓടിക്കല്ലേ. അപ്പൊ സ്കൂബ ഡൈവ് ഓടിക്കുന്ന കാരണം അവന് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ലീവായിരുന്നു. ക്രിസ്മസിന് വന്നിട്ട് പിന്നെ പോയില്ല, ഇപ്പഴാ വരുന്നതായിരുന്നു. പോവാണ്ടിരുന്നത് വേറെ ഒന്നുമില്ല, അവിടെ വന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് ആഘോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ അതിന് പിന്നെ വയ്യാണ്ട് കുറെ ദിവസം പനിയായിട്ട് കിടന്നു. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് പോകാൻ വേണ്ടി ഇവിടെ വന്നപ്പോ കുറച്ച് ദിവസം ഇവിടെ നിന്ന് വീണ്ടും എന്നിട്ട് ഇന്ന് അവിടെ കൊണ്ടുവന്ന് ആക്കി കൊടുത്തു. ഇനിയിപ്പോ നാളെ തൊട്ട് ഡൈവ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ നൈറ്റ് ഡൈവ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പൊ നൈറ്റ് ഡൈവ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു. ചിലപ്പോൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം നൈറ്റ് ഡൈവ് ഉണ്ടാവും നാളെ തൊട്ട്. അപ്പോൾ സ്കൂബ ഡൈവ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മാസം, അതായത് അവൻ്റെ ഇപ്പോൾ ഈ പഠിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ഇതും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് മാർച്ചിലായിട്ട് സർട്ടിഫൈ ആവും. അവന് 18 വയസ്സ് കഴിയും. മാർച്ചിൽ 18 വയസ്സ് കഴിയുമ്പം അവന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് ഇന്റേൺഷിപ്പ് ചെയ്യണം. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ആള് ആൻഡമാനിലോ അല്ലെങ്കിൽ മാലിദ്വീപിലോ ഇടയ്ക്കെങ്കിലും പോകും പുറത്തേക്ക് ചാടാനുള്ള കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമായിട്ട് അവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എന്തിനാണ് പോകുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിൽ നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കണം. ഒന്ന് വണ്ടിയിൽ 2 കട്ടേ ഉള്ളൂ പെട്രോൾ. അപ്പോൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ അവിടെ മീൻ ആലമ്പുഴ വരുന്ന മീൻ കയറി വരുന്ന സമയം ഇതായിട്ട് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കണം, മീനിൻ്റെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കാണും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇന്ന് ഉണ്ടാവും, എന്നാലും ഉണ്ടാവും. ഇന്നും കൂടി ഉണ്ടാവുള്ളൂ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. മാക്സിമം ഇപ്പോൾ കയറി വലത്തെ സൈഡിൽ പെട്രോൾ പമ്പിലേക്ക് കയറി. അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ നല്ല പെട്രോൾ പമ്പിലോട്ട് കയറാം. ഭാരത് ബസ് കയറുന്നുണ്ട്. നമുക്ക് സീനില്ല. പിന്നെ വലിയ വെറൈറ്റികൾ 1 മണി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇവിടെ ഉണ്ട് ആൾക്കാർ. 24 hours അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി ഇതിലെ പോകണം, അതിലെ പോകണം, നേരെ പോകണം. അതിലെ പോകണം. നമ്മുടെ ഗ്രൗണ്ടിനോട് ചെല്ലും. ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. ആ വീട്ടിൽ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ വണ്ടി ഫുഡിന്റെ വഴിക്കാൻ തിരിയണേ. ഫുഡിന്റെ കാര്യം പറയാൻ പാടില്ലായിരുന്നു. വണ്ടി തന്നെ തിരിയണു. എന്താ പിന്നെ ഫുഡിലോട്ട് പോകുന്നു. മീന് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് വന്നിട്ട് ഒരു പടം അടയ്ക്കാം. എന്തായാലും ഞായറാഴ്ച ആയിട്ട് ഉണ്ടാവില്ല മീൻ. ഞായറാഴ്ച മീൻ ഉണ്ടാവില്ലല്ലോ. ആ റോഡ് എങ്ങനെയാ പോണേ? അങ്ങോട്ട് പോകുന്ന വഴിയാ. നമ്മള് ഒരു സ്ഥലം ആ ലൈറ്റ് കാണുന്നുണ്ടോ അറ്റത്ത്? പോകുന്ന വഴിയാണ്, പുറത്തോട്ട് പോകുന്ന റോഡ്. ആ കാണുന്ന ഹാർബറാണ്. ഹാർബറിന്റെ ചെറിയൊരു തട്ടുകട ഇവിടെ ഉണ്ട്. മീനിന്റെ വലകള്, അങ്ങനെയുള്ള ചൂണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങള്, സ്റ്റിക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. വിഴിഞ്ഞം ഹാർബറിന്റെ അടുത്തോട്ട് മീൻപിടുത്തക്കാർക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ബുക്കും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മീൻ പിടിക്കാനുള്ള മീൻ ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാർക്ക്, ഫിഷ് ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. മീൻ എന്ന് ചോദിച്ചു കൊണ്ടുവയ്ക്കുന്നവരുടെ മീനുകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബോട്ട് കയറുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞൂടാ, അതറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കാം. ഹാർബറിലേക്ക് നമ്മള് നല്ല വണ്ടി ഇവിടെ സൈഡിലേക്ക് ആക്കിയല്ലോ വണ്ടി. ഇവിടെ കുഴപ്പമില്ലെന്നുണ്ട് അല്ലേ? കുഴപ്പമില്ലെന്നുണ്ട്. അതെ, കുഴപ്പമൊന്നുമില്ലെന്നുണ്ട്. ഹാർബറിന്റെ ആണ് ആ ലൈറ്റ് മൊത്തം കാണുന്നത്. അതാണ് നമ്മുടെ പോർട്ട്, വിഴിഞ്ഞം പോർട്ട്. അതായത് കപ്പൽ വന്നിറങ്ങി തുറമുഖം.
ആ തുറമുഖമാണ് കാണുന്നത്. ആണ്ടാ ഈ രാത്രി ആയതുകൊണ്ട് കാഴ്ച ക്ലിയർ അല്ല. രാത്രി അതെ, രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഫോണിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അതാണ് കാര്യം. അതാണ് ശ്രമിക്കുക. അടുത്ത് ഞങ്ങൾ സെറ്റപ്പ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് സാധനം കാണിച്ചു തരും. നിങ്ങളുടെ സഹകരണം, നമ്മുടെ എല്ലാ സഹകരണങ്ങളും ഒപ്പം നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ പിന്തുടരുക ഞങ്ങളെ. നിങ്ങൾ ഇത്രയും ചെയ്ത് ഇവിടം വരെ എത്തിച്ചതിന് നമുക്ക് വളരെ നന്ദി. എല്ലാവരോടും നമുക്ക് അതിൻ്റെ ഒരു കടപ്പാട് ഞങ്ങൾക്ക് ഉണ്ട്. നമുക്ക് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കടപ്പാടുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മളെ കൊണ്ട് എത്തിച്ചതിനും ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്തതിനും നമ്മൾ സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ഇതിനെല്ലാം ചെയ്തതിന് വളരെ നന്ദി എല്ലാവരോടും. അതെ, കേട്ടോ അല്ലേ. രാത്രി ആയതുകൊണ്ട് വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ്. ആ വള്ളങ്ങൾ ഒതുക്കിയിട്ടിരിക്കുന്നതിൻ്റെ അവിടെ നിന്നുള്ള മിന്നാമിനുങ്ങ് പോലെ മിനുങ്ങുന്നതെല്ലാം വള്ളത്തിൻ്റെ ലൈറ്റുകളാണ് ആ കാണുന്നത്. പിന്നെ ആ കാണുന്നിടത്ത് കപ്പൽ കിടപ്പുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് വിഷയിൽ നല്ലതായിട്ട് കാണാൻ പാടാണ്. ഈ കാണുന്നത് കപ്പലാണ്. അങ്ങ് അറ്റത്ത് കിടക്കുന്ന കാണുന്നത് കപ്പലാണ് കിടക്കുന്നത്. മാക്സിമം നമ്മൾ അങ്ങോട്ട് കാണുന്നതെല്ലാം നമ്മളെ തുറമുഖത്തിൻ്റെ ഇതാണ്. അങ്ങ് അറ്റം വരെയും ഇത് കെട്ടിയിരിക്കുന്നതും വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ആ ലൈറ്റുകൾ കടലിനകത്തോട്ട് കാണുന്നത്. അവിടം വരെ ഉള്ളൂ. ചെറിയ തട്ടുകടയില്ല, അത് എടുത്തു. തീർക്കാൻ കട പണി. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഷെഡുകളാണ് ഈ ചെറിയ കാണുന്ന. വലയാണ്, വലയും ഷെഡും അവരുടെ സാധനങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന വലയൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ള ഷെഡ്. ഇവിടെ അതേപോലെ തന്നെ വല പുതിയത് പണിയാൻ വേണ്ടിയിട്ട് അവർ കെട്ടി വല നെയ്തിട്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അത് കുറ്റി അടിച്ചിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നെയ്ത് പോയിരിക്കുന്നതാണ്. അറ്റം വരെ ഒരാളിത് ചെയ്യുന്നുണ്ട്. അത് ഈ വല നെയ്യുന്നതാണ് ഈ കാണുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഫ്രണ്ടിലായിട്ടാണ് ഈ വല നെയ്യുന്നത്. വലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വല, കടലിൽ ഇടുന്ന വലിയ വല. അതെ, അവിടുത്തെയാണ് ഈ കാണുന്ന ഈ കാഴ്ചകൾ. അതെ, ചെറിയ ചെറിയ ഷീറ്റിട്ട് അവരുടെ വലകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഉസ്താദ് ഹോട്ടൽ. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നറിയാം. റൈറ്റ് സൈഡ് എടുത്താൽ റൈറ്റ് സൈഡിൽ അവിടെ
മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ വിഴിഞ്ഞം. അതായത് ഇവിടുത്തെ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ആൾക്കാർ വരുന്നത്. അതായത് സീ ഫുഡിൻ്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. അതിപ്പം ചില റെസ്റ്റോറൻറ്റിൽ ഒരു 5-6 വെറൈറ്റികളുള്ളൂ. ബാക്കിയുള്ള ചിലയിടത്തൊക്കെ എല്ലാ അത്യാവശ്യം ഒരു 10-12 വെറൈറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് അതേപോലെ തന്നെ സാൽമൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ഈ റെസ്റ്റോറൻറ്റ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. ഇവിടെ ഒരു 2-3-4-5 വെറൈറ്റിയേ ഉള്ളൂ. ഒരു 7 വെറൈറ്റി ഉള്ളൂ. പക്ഷെ ആ ഉള്ള സാധനം ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് അവിടുത്തെ. കാരണം വെച്ചാൽ ചുവന്ന മീൻ എന്ത് പേര് പറയുക അതിനെ? ചെമ്പല്ലി ഞങ്ങളിപ്പോൾ എടുക്കുന്ന കാനഡ വന്ന് കയറിയിട്ട്. ഇവിടെ എല്ലാം പള്ളിയുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. പള്ളിയിൽ പോകാനും ഇവിടുത്തെ പള്ളിയിൽ പോകാനും പിന്നെ ഹാർബർ, നമ്മുടെ മറ്റേ ഹാർബർ കാണാൻ പറ്റും. വിഴിഞ്ഞം പോർട്ടില്ലേ, വിഴിഞ്ഞം പോർട്ട് കാണാനും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും പിന്നെ ഇവിടെ ചെറുതായിട്ട് ചൂണ്ടിടാൻ അവിടെ തട്ടുകടയുണ്ട്. തട്ടുകടയും പാനിപൂരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇങ്ങനെ കടൽ കാഴ്ചകളെല്ലാം കാണാം. കടൽ കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇവിടെ രാത്രി. ഇവിടെ നോക്കുമ്പോഴത്തെ വിഴിഞ്ഞം ഹാർബർ കാണാം. അത് ആ കാണുന്ന വിഴിഞ്ഞം ഹാർബറാണ് നമ്മുടെ അതിലെ ലൈറ്റുകൾ ഒരുപാടായിട്ട് കാണുന്നത്. അത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി കാഴ്ചയാണ്. കുട്ടികളെ കണ്ടോ, ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കുട്ടി ഓടി കളിക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ? കുറെ പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തോ വളഞ്ഞിരുന്ന് എന്തെയോ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് പിള്ളേർ. കടലില് തിരകൾ അടിക്കാൻ നോക്കി. തിര അടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാം. തിര അടിക്കുന്നത് കാണാം. കടലില് ഭയങ്കരമായിട്ട് തിര അടിക്കുന്നത് കാണാം. ആ പാറക്കെട്ടിനെ വെള്ളത്തിൽ അടിച്ച് കയറുന്നുണ്ട്. എൻ്റെ മഹാടി രാത്രിയിലത്തെ ഇതായോണ്ടാണ്. രാത്രി വിഷുവിലാണ് നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. എന്നാലും നൈറ്റ് കട തട്ട്